നമസ്കാരം. മോർണിംഗ് ന്യൂസ്. നവകേരള സദസ്സ് സമാപിച്ചെങ്കിലും സർക്കാരിനെതിരെ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്ത പോലീസ് നടപടിയിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ആക്രമം അഴിച്ചുവിട്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. സർക്കാരിനെതിരെ സ്വീകരിക്കേണ്ട പ്രതിഷേധ സമരങ്ങളുടെ രീതി പാർട്ടി കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനിക്കും. ഇതുവരെ ചെയ്ത സമരങ്ങളെല്ലാം വിജയം കണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. തന്നെ കരിങ്കൊടി കാണിച്ചവരെ ജനങ്ങൾ ചിരിച്ചുകൊണ്ട് നേരിട്ടുവെന്നും ജനങ്ങൾക്ക് നന്ദി പറയുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിശയകരമായ സമീപനമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞങ്ങൾ സംയമനം പാലിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് അടിക്കും എന്ന് ആവർത്തിച്ചു പറഞ്ഞു. ഇതൊന്നും ജനങ്ങൾ വകവെച്ചില്ല. ഇത് കേന്ദ്ര സർക്കാരിനോടുള്ള ഒരു സന്ദേശം കൂടിയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നാടിനു വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ഉള്ള പരിപാടിയായിരുന്നു നവകേരള സദസ്സ്. ജനങ്ങൾക്ക് അത് മനസ്സിലായി. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് പ്രതിപക്ഷത്തിന് എപ്പോഴും താല്പര്യം എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അമേരിക്കൻ മേജർ ഫുട്ബോൾ ലീഗ് സൂപ്പർ ക്ലബ് ഇന്റർ മയാമിയിൽ മുൻ ബാഴ്സലോണ താരങ്ങളുടെ സംഗമം. ലയണൽ മെസ്സി, സെർജിയോ ബുസ്കറ്റ്സ്, ജോർഡി ആൽബ എന്നിവർക്കൊപ്പം ലൂയിസ് സുവാരസ് കൂടി ഇന്റർ മയാമിയിൽ പന്ത് തട്ടും. കഴിഞ്ഞ ദിവസമാണ് 36-കാരൻ അമേരിക്കൻ ക്ലബിനൊപ്പം ചേർന്നത്. ബ്രസീൽ ക്ലബ് ഗ്രമിയോയിലായിരുന്നു ഉറുഗോക്കാരൻ. ഗ്രമിയോയ്ക്കായി കഴിഞ്ഞ സീസണിൽ 33 കളിയിൽ 17 ഗോൾ അടിച്ചു. 2 വർഷത്തെ കരാറായിരുന്നുവെങ്കിലും കാൽമുട്ടിലെ പരിക്ക് കാരണം ക്ലബ്ബ് വിടുകയായിരുന്നു. മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാമാണ് മയാമിയുടെ ഉടമകളിൽ ഒരാൾ. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.